അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ്. അതായത് ക്ഷേത്രവാദ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളവിടെ പഞ്ചാരിമേളവും പാണ്ടിമേളവും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ല, അതിനകത്ത് വാദ്യോപകരണങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് തന്നെ നമ്മളിപ്പം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാദ്യങ്ങൾ ക്ഷേത്രവാദ്യങ്ങൾ എന്നൊരു ഭാഗം ഇവിടെ അവസാനിക്കും. പിന്നെ അടുത്തൊരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് പിന്നെ ക്ലാസ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ PYQസും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും 10 PYQs വെച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ആ PYQ തരുന്നതിൻ്റെ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ക്ലാസ് നടന്നു പോകുമ്പോൾ ആ ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു എക്സാം എന്നത്തേക്കാണ് വരുന്നതെന്ന് ഉള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്, അത് നിൽക്കുവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ അല്ലേ, കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടച്ച് പോകാതെ തന്നെ നമുക്ക് എക്സാം എഴുതാനും പറ്റും. പക്ഷെ അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ഉണ്ടാകാൻ പാടില്ല, ആ ഒരു ഗ്യാപ്പ് അവിടെ നിങ്ങൾക്ക് വരുമ്പം ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് വരാനായിട്ട് കുറച്ച് ഗ്യാപ്പ് വരും. അങ്ങനെ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ആ ഒരു ടച്ച് വിട്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ, പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നഷ്ടമാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ PYQസും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ ഈ PYQs നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ എന്താ നമുക്ക് സംഭവിക്കുന്നത്, PYQസിൻ്റെ റിവിഷൻസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൻ്റെ റിവിഷൻസ് എല്ലാം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും PYQs അറ്റൻഡ് ചെയ്യുക. അതിൽ 900 പേരാണെന്നുള്ളൊരു ഗ്രൂപ്പ് നമുക്കിപ്പോൾ അത്രയും പേരാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആ പോള് കാണുമ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 100-150 പേരാണ് കൃത്യമായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരും കൃത്യമായിട്ട് തന്നെ പഠിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സമയമാണ് അല്ലേ. അപ്പോൾ അതും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പം ആ റിസോഴ്സസ് എല്ലാം നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ആ PYQs എല്ലാം നിങ്ങൾ പറ്റുവാണെങ്കിൽ നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. ചോദ്യവും ഉത്തരവും മാത്രം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഒരു ദിവസം 10 എണ്ണമേ ഉള്ളൂ. അത് എഴുതാൻ എങ്ങനെ വന്നാലും ഒരു മാക്സിമം പോയാൽ ഏറ്റവും കൂടിപ്പോയ ഒരു അരമണിക്കൂർ എടുക്കും, ഏറ്റവും കൂടിപ്പോയി അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം ജനറൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ GK പോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൻ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു PYQs പോൾസും ഒക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് GK ആണ്. അപ്പം ഈ എക്സാമിന് GKയും ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. GK പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സും GK ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ്, ഫ്രീ റിസോഴ്സസ് ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പഞ്ചവാദ്യം എന്നൊരു ഭാഗത്തിലൂടെയാണ്. അപ്പോൾ പഞ്ചവാദ്യം എന്ന ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചവാദ്യത്തിൻ്റെ പ്രത്യേകത എന്താ? പല മേളങ്ങളുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പാണ്ടിമേളം നമ്മൾ പഠിച്ചു, അതുപോലെ പഞ്ചാരിമേളമൊക്കെ പഠിച്ചു. പക്ഷെ എന്നിരുന്നാലും ഒരു കേൾക്കാൻ വളരെ ഒരു ഇമ്പം ഒക്കെ തോന്നിക്കുന്ന, അതുപോലെ കേരളത്തിൻ്റെ പുറത്തും ഒക്കെ നമുക്കൊരു പ്രശസ്തി കൊണ്ട് തരുന്ന ഒരു മേളമായിട്ട് നമുക്ക് പറയാവുന്നത് പഞ്ചവാദ്യം തന്നെയാണ്. അപ്പോൾ 5 വാദ്യങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, പഞ്ചവാദ്യം, പഞ്ചാമൃതം, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? 5 കമ്പോണൻസ് ചേർന്നത് എന്ന് നമുക്ക് പറയാവുന്നതാണ് അല്ലേ. അപ്പം ഈ പഞ്ചവാദ്യം എന്നൊരു ഭാഗം എടുക്കുമ്പം ഇവിടെയും നമുക്ക് 5 കമ്പോണൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇപ്പം പഞ്ചവാദ്യത്തിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ PYQs വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പം നിങ്ങളിപ്പോൾ PYQs അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് PYQs നമുക്ക് ഈ ക്ലാസ്സിലും ഈ വിഷയമായിട്ട് സംബന്ധിച്ച PYQs ഏതൊക്കെ വന്നാൽ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ PYQs വന്ന ഒരു ഏരിയയാണ് ഈ പഞ്ചവാദ്യം. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. അത് നമ്മൾ അത്ര പേടിക്കൊന്നും വേണ്ട. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് പഠിക്കാം. നമുക്ക് ഈ ക്ലാസ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗമല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയും. അപ്പോൾ നമുക്ക് പഞ്ചവാദ്യം എന്താണെന്ന് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചവാദ്യത്തിനകത്ത് വരുന്ന 5 വാദ്യങ്ങളാണ്. 5 വാദ്യങ്ങൾ ചേർന്നാണ് പഞ്ചവാദ്യം വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ താളം ഒന്ന് നോക്കാം. അതിൻ്റെ താളം എന്ന് പറയുന്നത് അടന്ത താളമാണ്. ഇത് തന്നെയാണ് ത്രിപുട താളം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കൊട്ടി ഏറ്റവും ഇപ്പം ദ്രുതകാലത്തിലേക്ക് എത്തി ആണ് നമുക്ക് ഈ കൊട്ട് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. അതായത് ഇതിനകത്ത് 5 കാലങ്ങളുണ്ട്. 5 കാലങ്ങളും കൊട്ടിയാണ്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും വേഗത കൂടിയതാണ് ദ്രുതതാളം എന്നൊക്കെ നമുക്ക് പറയും. ദ്രുതതാളം, ദ്രുതകാലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവിടെയാണ് ഈ ഒരു കൊട്ട് സമാപിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു കൊട്ടിനകത്ത് ഏറ്റവും ഒരു ഇമ്പമേറിയ ഭാഗം എന്നൊക്കെ പറഞ്ഞത് കൂട്ടിക്കൊട്ട് എന്നൊക്കെ പറഞ്ഞ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര ആളുകൾ വേണം
എന്നൊരു കാര്യത്തിൽ ഒരു കൃത്യമായ കണക്കോ ഒന്നുമില്ല. അതായത് ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിലെ നോട്ടീസൊക്കെ കാണുന്നത് കാണാം അല്ലെ, മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നൊക്കെ പറയാറുണ്ട്. മേജർ സെറ്റ് പഞ്ചവാദ്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വന്ന ഒരുപാട് കലാകാരന്മാരെ അണിനിരുന്ന ഉള്ള ഒരു പഞ്ചവാദ്യമാണ്. അതപ്പം അതിനകത്ത് ആ നമ്പറിലൊക്കെ ഒരു വേരിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത്ര നമ്പർ ആളുകളെ പാടുള്ളൂ അങ്ങനെയുള്ള കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പഞ്ചവാദ്യത്തിനകത്തെ വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് തിമില വരുന്നുണ്ട്, മദ്ദളം വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ ഇലത്താളം വരുന്നുണ്ട്, ഇടയ്ക്ക വരുന്നുണ്ട്, പിന്നെന്താ കൊമ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇലത്താളവും അതുപോലെ കൊമ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ പഠിക്കാൻ ബാക്കിയുള്ളത് മദ്ദളം, തിമില, അതുപോലെ ഇടയ്ക്ക. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഉപകരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ, പഞ്ചവാദ്യത്തിലെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് തിമില, 2 തിമില നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താ ഇടയ്ക്ക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മദ്ദളം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, കൊമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഇലത്താളം. ഇത്രയാണ് നമുക്ക് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരു വാദ്യങ്ങൾ എന്നൊക്കെ. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇത്രയാണ് എന്നുള്ള കാര്യം ഒന്ന് ആ ഒരു പേര് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കാരണം ഏറ്റവും കൂടുതൽ PYQs വന്നിട്ടുള്ളത് പഞ്ചവാദ്യത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ PYQs വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം? തിമില എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തിമിലയുടെ കാര്യം പറയുമ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ഇപ്പോൾ പഞ്ചവാദ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാദ്യം എന്നൊക്കെ പറയാവുന്നത് ഈ തിമില എന്ന വാദ്യം തന്നെയാണ്. അതുപോലെ ഈ തിമിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഒരു രൂപം, നിങ്ങൾക്ക് തിമിലയുടെ ഒരു രൂപം കണ്ട് നിങ്ങൾക്കറിയാം എന്താണ്, ഒരു കടുന്തുടി അല്ലേ, ഭഗവാന്റെ പരമശിവന്റെ കയ്യിലുള്ള കടുന്തുടി ഇല്ലേ, കയ്യിലുള്ള ഡമരു എന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ആ ഒരു രൂപത്തിലെ ഉള്ള ഒരു ഉപകരണമാണ് ഈ പറയുന്ന തിമില എന്ന് പറയുന്നത്. അപ്പം അതിന് നീളം ഒക്കെ അതിൽ ആപേക്ഷികമായിട്ട് നീളവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, ഒരു ചെണ്ട പോലെ എന്നതാണ്. എന്നാൽ ചെണ്ടയുടെ അത്ര വ്യാസവും ഒന്നും തന്നെ അതിനില്ല. ചെണ്ടയുടെ അത്ര വ്യാസവും അതിനില്ല. അതിൻ്റെ ആ ഒരു 2 സൈഡിലും നീളം കൂടിയിട്ട് നടുക്ക് വരുമ്പോൾ നീളം കുറഞ്ഞ ഒരിതാണ് ഈ പറയുന്ന തിമില എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നടുക്കൊരു സുഷിരവും ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് തിമില എന്ന് പറഞ്ഞ ഒരു കാര്യം. അതുപോലെ ഇതിൻ്റെ ആ ഒരു വട്ടം, എൻ്റെ സൈഡിലുള്ള കൊട്ടുന്ന ഒരു ഭാഗം നിർമ്മിക്കുന്നത് പോത്തിൻ്റെയോ അല്ലെങ്കിൽ കാളയുടെയോ ഒക്കെ തന്നെ ഇതുകൊണ്ടായിരിക്കും, തോലുകൊണ്ടായിരിക്കും അത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ വാദ്യങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ എന്തിൻ്റെ തോല് കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നോ ഇതിൻ്റെ വ്യത്യാസമോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഏതാണെന്നോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓരോന്നിനെ പറ്റി വളരെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പം പഞ്ചവാദ്യത്തിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഞ്ചാരിമേളത്തിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാണ്ഡിമേളത്തിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പക്കവാദ്യം നമ്മൾ കാണാൻ വേണ്ടി വരും. അപ്പോൾ പക്കവാദ്യം വരുമ്പോൾ അവിടെ ഗഞ്ചറ എന്നൊക്കെ പറഞ്ഞ പുതിയ ഉപകരണങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. അപ്പോൾ നമ്മൾ ഈ പക്കവാദ്യമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ പുതിയ ഇപ്പം തകില്, നാദസ്വരം അങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടും. അപ്പോൾ ഓരോന്നിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ വരാറില്ല. നമ്മൾ PYQs നോക്കിയപ്പോൾ അതിലൊന്നും അങ്ങനത്തെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ഭാഗം കൂടെ കുറച്ചൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ ഈ തിമിലയുടെ കാര്യം പറഞ്ഞു വന്നപ്പം നമ്മളതിൻ്റെ ആ ഒരു തോലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഇത് കൊട്ടുന്നതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്കായിരിക്കും ഇത് തൂക്കിയിടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തെ നിങ്ങൾക്ക് കാണാം, ഈ തിമിലയുടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് തിമില കൊട്ടുന്നതെന്ന്. ഇപ്പം കച്ചയുണ്ട്, ചെണ്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കച്ച ഉണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. അതുപോലെ തിമിലയ്ക്ക് എന്തുണ്ട്, കച്ചയുണ്ട്. പക്ഷെ ചെണ്ടയുടെ അത്രയും വലുതായിട്ടുള്ള ഒരു കച്ചയല്ല, കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ ഒരു കച്ചയാണ്. അതായത് തുണിയാണ്, ഒരു ചുമല നിറത്തുള്ള തുണിയാണ് കച്ച എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു സൈഡിൽ തൂക്കിയിട്ടിട്ട് 2 കൈ കൊണ്ട് അടിക്കുന്ന രീതിയിലായിരിക്കും എന്ത് വായിക്കുന്നത്, തിമില വായിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി നമുക്ക് മദ്ദളത്തിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെണ്ടയല്ല മദ്ദളമാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അതിൻ്റെ മദ്ദളവും ചെണ്ടയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യാസം അത് പറയാം. അതായത് മദ്ദളത്തിൻ്റെ നടുക്ക് ആ ഒരു വിസ്താരം കൂട്ടിയിട്ട് സൈഡിലോട്ട് വിസ്താരം കുറഞ്ഞ രീതിയിലായിരിക്കും മദ്ദളം രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പം മദ്ദളം ഇതാണ്. മദ്ദളത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഈ മദ്ദളം ഉപയോഗിക്കുന്നത് ഇപ്പം കഥകളി, അതുപോലെ കൃഷ്ണനാട്ടം, നമ്മൾ കൃഷ്ണനാട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ശുദ്ധ മദ്ദളം, തൊപ്പി മദ്ദളം എന്നൊക്കെ പറഞ്ഞാൽ മദ്ദളത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, ഓർഡറിൽ തന്നെ ക്ലാസ് കണ്ടുവരിക കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. ശരി, അപ്പം അതുപോലെ തന്നെ എന്താണ് കേളി, മദ്ദളക്കേളി, ഇവിടെയൊക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം, മദ്ദളം
ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലെല്ലാം തന്നെ മദ്ദളം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സൈഡിന് വ്യാസം കൂടുതലായിരിക്കും. അങ്ങനെ വ്യാസം കൂടിയ ഭാഗത്തെയാണ് നമ്മൾ വലന്തല എന്ന് പറയുന്നത്. അതായത് ഇതിന് 2 തലയുണ്ട്. അതായത് ഇടന്തലയെന്നും വലന്തല എന്നും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഇടന്തലയെ അപേക്ഷിച്ച് വലന്തലയ്ക്ക് വ്യാസം കൂടുതലാണെന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രയും ഡെപ്തിലൊന്നും ചോദിക്കില്ല കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് ആ ഒരു വാദ്യോപകരണം നിങ്ങൾ പരിചയപ്പെടുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ വേറൊരു അവസരം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടെ ഇത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇടയ്ക്കയാണ്. ഓക്കെ, നമ്മൾ അതിനകത്ത് ഇപ്പം തിമില പഠിച്ചു, മദ്ദളം പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇടയ്ക്കയാണ് നോക്കുന്നത്. അപ്പം ഇടയ്ക്ക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെണ്ട അല്ലെ, ചെണ്ടയെ പറ്റി നമ്മൾ വാദ്യങ്ങളുടെ രാജാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ 18 വാദ്യങ്ങളിലും ഏറ്റവും കേമനായിട്ടുള്ളതും ഏറ്റവും ഒരു രാജാവ് എന്നൊക്കെ ഒരു വാദം ഉണ്ട്. ചെണ്ടയ്ക്ക് ആ ഒരു വാദം ഉണ്ട്. പക്ഷേ വേറൊരു സൈഡും കൂടെ ഉണ്ട്. അതായത് ഇടയ്ക്കയും വാദ്യങ്ങളുടെ രാജാവ് എന്ന് പറയാറുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്ത് എഴുതണമെന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡ് പോലുള്ള നമ്മുടെ പരീക്ഷകളിലൊക്കെ ആൻസർ, അതുപോലെ PSCയിലൊക്കെ ആൻസർ വരുന്നത് ഇടയ്ക്ക തന്നെയാണ്. ചെണ്ടയാണെന്ന് ഒരു വാദമുണ്ട്, ഇടയ്ക്കയാണെന്നൊരു വാദമുണ്ട്. പക്ഷെ ആൻസർ വരുന്നത് ഇടയ്ക്കയാണ് കേട്ടോ. നമ്മുടെ PSC പരീക്ഷകളിലെല്ലാം ആൻസർ വരുന്നത് ഇടയ്ക്കയാണ്. ദേവവാദി വായ കൊണ്ടായിരിക്കാം, ഗർഭഗൃഹ പരിസരത്ത് കൊട്ടാൻ പറ്റുന്ന ഏകവാദ്യം എന്നൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലൊരു ചോദ്യം, വാദ്യങ്ങളുടെ രാജാവ് ആര് എന്നുള്ള ചോദ്യം വന്നാൽ അത് ഇടയ്ക്ക തന്നെയാണ്. നമ്മുടെ ദേവസ്വം കൊണ്ട് PYQയിൽ ആ ഒരു ചോദ്യവും ഉത്തരവും ഉണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയാണ് നിങ്ങളോട് അങ്ങനെ ക്ലാരിറ്റിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഇടയ്ക്ക തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കയുടെ പ്രത്യേകതയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്താ, ഗർഭഗൃഹ പരിസരത്ത് കൊട്ടാൻ പറ്റുന്ന ഒരു മേളവാദ്യം എന്നൊക്കെ പറഞ്ഞ ചുരുക്കം ചില മേളവാദ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഇടയ്ക്ക. അതുപോലെ തന്നെ ഇതൊരു മേളവാദ്യോപകരണമാണെങ്കിലും സംഗീതത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക. അതായത് ശ്രുതി ചേർക്കാനും ഒക്കെ തന്നെ, അതായത് ഈ വയലിനും ഹാർമോണിയം ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്താ, വയലിനും ഹാർമോണിയം ഒന്നും നമുക്കൊരു ക്ഷേത്രവാദ്യം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും. അപ്പം ആ ഒരു പ്രത്യേകതയും എന്തിനുണ്ട്, ഈ ഇടയ്ക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചവാദ്യം, സോപാന സംഗീതം, അഷ്ടപതി, അതുപോലെ ഇടയ്ക്ക പ്രദക്ഷിണം, ഇതിലൊക്കെ തന്നെ ഈ ഇടയ്ക്ക മെയിനായിട്ട് വരുന്നൊരു വാദ്യം കൂടിയാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇതിന് ഇടയ്ക്ക എന്ന് പേര് വരാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് നമുക്ക് പറയാവുന്നത്, ഈ പല വാദ്യങ്ങളുടെയും ഇടയിൽ നിന്ന് വായിക്കുന്നുണ്ട് തന്നെ ഇടയ്ക്ക എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ശ്രുതി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇത് തൂക്കിയാണ് ഇടാറ്. അതായത് ഭൂമിയിൽ സ്പർശിക്കാനോ മുകളിലെങ്ങും വെക്കാനോ പറ്റത്തില്ല. അതായത് ഇത് തൂക്കി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ എപ്പോഴും തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിനെ ഇടയ്ക്ക എന്ന് വിളിക്കുന്നു എന്നൊരു വാദവും കൂടെ അതിന് ഉണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കയുടെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് ഒരു 5 ഭാഗങ്ങളാണ് നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത്. ഒന്ന് അതിൻ്റെ തോൾവട്ടങ്ങൾ, തോൽവട്ടം എന്ന് പറയും. ഈ ഏറ്റവും പുറത്ത് നിങ്ങൾ ഈ കാണുന്ന ആ ഒരു തോല് കിട്ടുന്ന ഒരു വട്ടമാണ് തോൽവട്ടം. പിന്നെ കുറ്റി എന്ന് പറയും. കുറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഇപ്പോൾ ചെണ്ടയിലൊക്കെ നമുക്കറിയില്ല, ചെണ്ടക്കുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു 2 സൈഡിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു ബോഡി പാർട്ടിനെയാണ് കുറ്റി എന്ന് പറയുന്നത്. പിന്നെ ജീവക്കോൽ എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ജീവക്കോൽ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്, പൊടിപ്പ് അതുപോലെ നൂൽച്ചരട്. ഇപ്പം പൊടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂങ്ങി ഇരിക്കുന്ന ആ ഒരു ഉണ്ട ആ ഒരു ഇതാണ്. അതായത് അത് കോട്ടൻ്റെ ആ ഒരു ബോളാണ്, കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ബോൾസ് കാര്യങ്ങളാണ്. ഇത് 64 എണ്ണമാണ് ഉള്ളത്. 64 എണ്ണം കേട്ടോ. അതിൻ്റെ എണ്ണം ചോദിച്ചാൽ 64, അത് ഓർത്ത് വെച്ചോളൂ. എണ്ണം 64 ജീവക്കോലിലാണ് ഈ പൊടിപ്പ് തൂക്കിയിടുന്നത്. ജീവക്കോലിലാണ് ആ ഒരു പൊടിപ്പ് എന്ന ഭാഗം തൂക്കിയിടുന്നത്. ജീവക്കോല് 4 എണ്ണമാണ്. അപ്പം ആ ഒരു ജീവക്കോലിന് ഒരു സൈഡിൽ 8 എണ്ണവും അതിൻ്റെ അടുത്ത സൈഡിൽ ഒരു 8 എണ്ണവും ഇങ്ങനെ വെച്ചിട്ട് ഓരോ ജീവക്കോലിൽ, അതായത് 4 ജീവക്കോലിലും ഈ രീതിയിലായിരിക്കും ക്രമീകരിക്കുന്നത്. അങ്ങനെ 64 എണ്ണമാണ് വരുന്നത്. അതുപോലെ ഈ നൂൽച്ചരട് എന്നൊരു ഭാഗം വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പം പണ്ട് ഈ കുതിരയുടെ വാലൊക്കെ കൊണ്ടാണ് ഈ ഒരു 2 സൈഡിലും ആ ഒരു ചരട് കാര്യങ്ങളൊക്കെ ആയിട്ട് കെട്ടിയിരിക്കുന്നത്, ശ്രുതി ക്രമീകരിക്കാനാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത് പ്ലാസ്റ്റിക് കയറൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ശ്രുതി ക്രമീകരിക്കാനുള്ള ഒരു ചരട് കാര്യങ്ങളൊക്കെ കെട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കുറ്റി എടുത്തു കഴിഞ്ഞാൽ അത് പ്ലാവിൻ്റെയോ കരിങ്ങാലിയുടെയോ ഒക്കെ തന്നെ തടി കൊണ്ടായിരിക്കും ഈ ഒരു കുറ്റി കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. അപ്പം ഇത്രയാണ് ഇടയ്ക്കയുടെ ഒരു ഭാഗങ്ങൾ നിങ്ങളുണ്ട്. പിന്നെ തോൽവട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആ ഒരു കുറ്റിയേക്കാളും വ്യാസം കൂടിയതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വേറൊരു ചിത്രം നിങ്ങൾക്ക് കാണിക്കാം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കുറ്റി കാണാൻ പറ്റും അല്ലേ, കുറ്റി കാണാൻ പറ്റും. പക്ഷേ കുറ്റിയേക്കാളും വളരെയധികം വ്യാസം കൂടിയാണ് ആ ഒരു തോൽവട്ടം കാര്യങ്ങളൊക്കെ
വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു കൊട്ടുന്ന ഒരു ഭാഗം ആ ഒരു കാര്യമൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് നിർമ്മിക്കുന്നത് ഒതളി എന്ന് പറയുന്ന ഒരു പശു. ഇപ്പോൾ സാധാരണയായിട്ട് ഈ നമ്മൾ കാണുന്നത് ഇപ്പം പോത്തിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെ ഒക്കെ തോല് കൊണ്ടാണ് എന്നാണ്. പക്ഷേ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒതളി എന്ന് പറഞ്ഞ ആമാശയത്തിൻ്റെ പുറത്തുള്ളൊരു മെംബ്രെയിനാണ്. ഓക്കെ, ആ ഒരു ഭാഗമാണ് ഇത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് ജീവക്കോലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ കാണുന്നതാണ്, ഈ 4 എണ്ണമാണ് ജീവക്കോൽ എന്ന് പറയുന്നത്. ഈ 4 എണ്ണമാണ് കേട്ടോ, ഈ 4 എണ്ണമാണ് ജീവക്കോല്. മറ്റേത് അത് കൊട്ടാൻ ഉപയോഗിക്കുന്ന ആ ഒരു കോലാണ്. ഈ ജീവക്കോലാണ് ഈ 4 എണ്ണം. ഈ 4 എണ്ണത്തിലാണ് എന്ത് കിട്ടുന്നത്? പൊടിപ്പ് കിട്ടുന്നത്. പൊടിപ്പിൻ്റെ എണ്ണം 64. അതിൽ ജീവക്കോലിൻ്റെ ഒരു വശത്ത് 8 എണ്ണം എന്ന രീതിയിലാണ്. ഇപ്പോൾ ഒരു വശത്ത് 8 അടുത്ത വശത്ത് 8 എന്ന രീതിയിലാണ് ഓരോന്നിലും കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ കാര്യവും ക്ലിയർ ആണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇലത്താളമാണ്. ഇലത്താളം നമ്മൾ ഓൾറെഡി പഠിച്ചു. കൊമ്പും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ള വാദ്യോപകരണങ്ങളാണ് ശംഖ്, തിമില. തിമില നമ്മൾ നോക്കില്ലേ, തിമില നോക്കി, മദ്ദളം നോക്കി. പിന്നെ എന്നാ, ചേങ്ങിലയുണ്ട്, മരപ്പാണിയുണ്ട്, ഗഞ്ചറയുണ്ട്, ഉടുക്കുണ്ട്, മിഴാവ്, തവിൽ, തകിൽ എന്നൊക്കെ പറയും, നാദസ്വരം, കൈമണി. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇനിയിപ്പം നോക്കാനുള്ളത്. നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് ശംഖിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നോക്കാൻ പോകുന്ന ഭാഗത്തിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാലും നമുക്കത് ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട, നമുക്കതൊന്ന് പെരിഫറലായിട്ട് അറിഞ്ഞാൽ മതി. ഇപ്പോൾ ശംഖ് എന്ന് പറഞ്ഞാൽ അതൊരു മംഗളവാദ്യം എന്നൊക്കെ പറയാം. വളരെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ശ്രീകോവിൽ തുറക്കുന്ന സമയത്ത്, കഥകളിയിൽ പുറപ്പാടിൻ്റെ സമയത്ത്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ശംഖ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ യുദ്ധത്തിൻ്റെ തുടക്കം ശംഖ് മുഴക്കിയാണ് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ രാജാക്കന്മാരുടെ വിളംബരം, മിക്കവരും ആ ഒരു വിളംബരത്തിന് സമയത്ത് പെരുമ്പറ കൊട്ടുന്നതിനോടൊപ്പം തന്നെ ശംഖും ഊതുന്നുണ്ട്. ശംഖ് ഊതുവരുന്ന കൊമ്പൊക്കെ ഊതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ശംഖിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതൊരു മംഗളവാദ്യം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇതുപോലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം കൂടിയാണ് ശംഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് മരപ്പാണി എന്നൊരു ഉപകരണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മരപ്പാണി എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സാക്രഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, അതുപോലെ തന്നെ നമുക്ക് പുനഃപ്രതിഷ്ഠ, അതുപോലെ ഉള്ള ഒരു കർമ്മങ്ങളൊക്കെ അത്രയും വളരെയധികം എന്താ പറയുക, ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു സാക്രഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മരപ്പാണി. ചെണ്ടയും മദ്ദളവും കൂടെ ചേർന്ന ഒരു രൂപമാണ് ഈ ഒരു മരപ്പാണിക്കുള്ളത്. അപ്പോൾ ഈ ഒരു 2 രൂപങ്ങൾ ചേർന്നാണ്. ഇപ്പം മരപ്പാണിയോടൊപ്പം തന്നെ മരപ്പാണിയിൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ശംഖ് ഉപയോഗിക്കാറുണ്ട്. അറിയാലോ, വളരെ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പുനഃപ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം, ഇതെല്ലാം നടക്കുമ്പം ഒക്കെ വളരെ സേക്രഡായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ആ കൂടെ ശംഖ് ഉപയോഗിക്കും, ആ കൂടെ ഇലത്താളവും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മരപ്പാണിയും 2 തരമുണ്ട്. വലിയ മരപ്പാണിയുണ്ട്, വലുതുമുണ്ട്, ചെറുതുമുണ്ട്. ചെറുതിനെ തിമിലപ്പാണി, വലുതിനെ മരപ്പാണി എന്ന് പറയുമ്പോൾ ചെറുതിനെ തിമിലപ്പാണി എന്നും പറയാറുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളോട് മനസ്സിലാക്കിക്കോളൂ. പിന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് കൊട്ടുന്നതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ താളം പഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. താളം പഴിച്ചാലും മരണം വരെ, കൊട്ടുന്നവരെ മരണം വരെ സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം മരപ്പാണിയെ പറ്റി നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ചേങ്കില, നമ്മളിപ്പോൾ പറഞ്ഞു ചേങ്കില പറഞ്ഞു. അപ്പോൾ നമുക്ക് ചേങ്കില എന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ് ചേങ്കില എന്നൊരു ഭാഗം. അപ്പോൾ ചേങ്കില എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് ഇലത്താളമല്ല. ഓക്കെ, ഇലത്താളമല്ല, ഇത് ചേങ്കിലയാണ്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ പിക്ചർ നമ്മൾ കൃഷ്ണനാട്ടം പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊട്ടുന്ന ആരാന്നാണ് പറഞ്ഞത്? ചേങ്കില കൊട്ടുന്ന ആരാന്നാണ് പറഞ്ഞത്? ചേങ്കില കൊട്ടുന്നത് പൊന്നാനി അല്ലേ? പൊന്നാനിയാണ് ചേങ്കില കൊട്ടുന്നത്. പൊന്നാനി എന്നും പുന്നാനി എന്നും ഒക്കെ പറയും. അപ്പോൾ പൊന്നാനിയാണ് ഈ ചേങ്കില കൊട്ടുന്നത്. നമ്മൾ കൃഷ്ണനാട്ടം അതുപോലെ കഥകളിയൊക്കെ കണ്ടപ്പോൾ കൂടെ എന്തുകൊണ്ട് ഇലത്താളമുണ്ട്. ഇലത്താളം കൊട്ടുന്നത് ശിങ്കടിയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലത്താളം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഈ ഒരു വാദ്യോപകരണമാണ് എന്ത് ചേങ്കില എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കൈമണി നോക്കാം. കൈമണി എന്ന് പറയുമ്പോൾ ഇതാണ് കൈമണി. അതായത് ഇലത്താളത്തിൻ്റെ ചെറുതാണ് കൈമണി. അപ്പം നിങ്ങൾ ചോദിക്കും കുഴിത്താളം, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, കുഴിത്താളം എന്താണ് എന്ന് ചോദിക്കും. ഇപ്പോൾ കുഴിത്താളവും ഇതിൻ്റെ ഇലത്താളത്തിൻ്റെ ചെറുതാണ്, പക്ഷെ അത് ഇതുപോലെ പരന്നതല്ല, കുറച്ച് കുഴിയുണ്ടാവും, കുറച്ച് കുഴിഞ്ഞതായിരിക്കും.
അങ്ങനെയൊന്നും എക്സാമിന് ചോദിക്കില്ല കേട്ടോ. ഇത് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ശരി, അപ്പം കൈമണി എന്ന് പറഞ്ഞത് ഇല്ലത്താളത്തിൻ്റെ ചെറുതാണ്. അപ്പം നമുക്ക് മിഴാവ് എന്താണെന്ന് നോക്കാം. അപ്പം മിഴാവ് എന്ന് പറയുമ്പം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? അതെ, നമ്മൾ നേരത്തെ കൂടിയാട്ടം, കൂത്ത് ഇതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ചാക്യാർകൂത്ത്, അതുപോലെ കൂടിയാട്ടമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് മിഴാവ്. അപ്പോൾ അതിലേത് കൂടിയാട്ടത്തിൽ ഏത് വാദ്യോപകരണമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കുള്ളൂ. PYQ അങ്ങനെയൊക്കെയാണ്. അതുപോലെ കൂത്തിൽ, ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു വാദ്യം എന്നുള്ള രീതിയിലും മിഴാവിനെ കാണുന്നുണ്ട് കേട്ടോ. ബ്രഹ്മചാരിയായിട്ടുള്ളൊരു വാദ്യം എന്ന രീതിയിൽ ആണ് ഈ മിഴാവിനെ പറ്റിയുള്ള ഒരു സങ്കല്പം. അതുപോലെ മിഴാവ് വെക്കുന്നത് എപ്പോഴും ഈ കൂത്തമ്പലത്തിൻ്റെ അകത്തായിരിക്കും. അതുപോലെ തന്നെ തിമില കൊട്ടുന്ന പോലെ തന്നെയായിരിക്കും ഈ ഒരു മിഴാവും കൊട്ടുന്നത്. അതായത് ഒരു വശത്ത് 2 കൈ വടിച്ചായിരിക്കും കൊട്ടുന്നത്. അപ്പോൾ തിമില കൊട്ടുന്നതിനോട് സാമ്യമുള്ള രീതിയിലായിരിക്കും മിഴാവ് കൊട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ മിഴാവിൽ അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് അടുത്തത് ഉടുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഉടുക്ക്. ഉടുക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു എന്താ പറഞ്ഞത്, കടുന്തുടി എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഇതാണ്, ഒരു ഉപകരണമാണ് ഈ ഉടുക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഉടുക്കിനെ പറ്റി പറയുമ്പം ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അയ്യപ്പൻ പാട്ടുകളിലാണ് ഉടുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നാടൻ കലകളിലും ഒക്കെ തന്നെ ഈ ഉടുക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പ്രത്യേകം ഒന്നും അറിയില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, പുരാതന തമിഴ് സാഹിത്യത്തിലൊക്കെ ഉടുക്കിനെ പറ്റി പരാമർശം ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയാം. കാരണം തുടി എന്ന പേരിലാണ് പുരാതന തമിഴ് സാഹിത്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ നടരാജൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു വാദ്യോപകരണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അതും ഈ ഉടുക്ക് തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉടുക്കിനെ പറ്റി അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഗഞ്ചിറ നോക്കാം. ഗഞ്ചിറ എന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഒരു ദഫിൻ്റെ ഒക്കെ ഒരു രൂപം അല്ലേ? ദഫ് മുട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഈ കലോത്സവത്തിനൊക്കെ മത്സരം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ദഫ് മുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് സാമ്യമുള്ള ഒരു വാദ്യോപകരണമാണ് ഈ പറഞ്ഞ ഗഞ്ചിറ എന്ന വാദ്യോപകരണം. ആദ്യമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കേൾക്കുന്നത്. മിക്കവരും ആദ്യമായിട്ട് തന്നെയായിരിക്കും കേൾക്കുന്നത്. സാരമില്ല, നമ്മളിങ്ങനെയല്ലേ പഠിക്കുന്നത്, നമുക്കിങ്ങനെ പഠിച്ചും പോവാം. അപ്പോൾ ഈ ഗഞ്ചിറ എന്ന് പറയുമ്പോൾ ഇത് നാടൻ കലകൾ, അതുപോലെ ശാസ്ത്രീയ സംഗീതം, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഈ പറയുന്ന ഗഞ്ചിറ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നിങ്ങൾ കാണുന്ന പോലെ അടഞ്ഞ് കൊട്ടാനുള്ള ഭാഗമായിരിക്കും. ഇത് പണ്ട് കാലങ്ങളിൽ ഉടുമ്പിൻ്റെ തോല് കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അത് ഫൈബറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന് ഒരു സൈഡ് എപ്പോഴും ഓപ്പൺ ആയിട്ടും ഇരിക്കും. നേരത്തെ നമ്മൾ ദഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ ദഫ് എനിക്ക് ഒരു സൈഡ് ഓപ്പൺ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഗഞ്ചിറയിൽ അതെപ്പോഴും ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു ഉപകരണം കൂടെയാണ്. അപ്പം ഇനി അടുത്ത നമ്മൾ നാദസ്വരം നമുക്ക് നോക്കാം. അപ്പം നാദസ്വരം നോക്കുമ്പം ഈ നാദസ്വരം അതിനോടൊപ്പം തന്നെ തകില് എന്നൊരു വാദ്യമുണ്ട്. അതെ, തകില് എന്നൊരു വാദ്യമുണ്ട്. നാദസ്വരവും തകില് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പക്കമേളത്തിലാണ് ഇത് ഉപയോഗിച്ച് കാണുന്നത്. ഇപ്പോൾ ഈ പക്കമേളത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. ഒന്ന് തകിലുണ്ട്, പിന്നെ എന്തുണ്ട്, പിന്നെ നാദസ്വരം വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കൈമണി നമ്മൾ നേരത്തെ കണ്ടുപോലെ ഇലത്താളത്തിൻ്റെ ആ ഒരു ചെറുത്. അപ്പം കൈമണി ഇത്രയും കൂടെ ചേർന്നിട്ടാണ് പക്കമേളം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ മേളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പഞ്ചാരി മേളവും അതുപോലെ തന്നെ നമ്മൾ പാണ്ടിമേളം അതുപോലെ പഞ്ചവാദ്യം ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പക്കമേളത്തിൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് തകിൽ ഉപയോഗിക്കും, നാദസ്വരം ഉപയോഗിക്കും, പിന്നെ ഏതാണ്, കൈമണിയും ഉപയോഗിക്കും. ഇപ്പം പക്കമേളത്തിൽ ഉപയോഗിക്കാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യം വന്നാൽ വരുള്ളൂ. ആ രീതിയിലുള്ള ചോദ്യം, അതായത് പക്കമേളം വരെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഉപകരണം ഒരുപാട് ഡീറ്റെയിലോട്ട് പോകേണ്ട. നമ്മളിപ്പം പഠിച്ച പോലെ നമ്മുടെ PYQs നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നാദസ്വരം എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറുങ്കുഴൽ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ നാദസ്വരത്തിൻ്റെ ചെറുതാണ് കുറുങ്കുഴൽ എന്ന് പഠിച്ചിരുന്നു. അപ്പം ഇതിൽ നീളം കൂടിയതാണ് ഈ പറയുന്ന നാദസ്വരം. ഈ നാദസ്വരത്തിലെ 12 സുഷിരങ്ങളാണ് ഉള്ളത്. 12 സുഷിരങ്ങളാണ് ഈ നാദസ്വരത്തിലുള്ളത്. ഇതിനകത്ത് ഒരെണ്ണം എപ്പോഴും മെഴുക് കൊണ്ട് അടച്ചു വെക്കാറുണ്ട്. ഒരു സുഷിരം എപ്പോഴും എന്തുകൊണ്ട് അടച്ചു വെക്കാറുണ്ട്? മെഴുക് കൊണ്ട് അടച്ചു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിക്കുന്നതാണ് കേട്ടോ. നാദസ്വരം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിക്കുന്നതാണ്. കുറുങ്കുഴൽ നമ്മൾ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ലോഹവും കൂടെ അതിൽ വരുന്നുണ്ടെന്ന് കണ്ടു അല്ലേ? അതിൻ്റെ ഒരു ഭാഗം ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നാദസ്വരം എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും തടിയിലാണ് നിർമ്മിക്കുന്നത്. അതുപോലെ ഈ ഊതുന്ന ഭാഗത്തിന് പറഞ്ഞ പേര് ഒരികൈ എന്നൊക്കെ പറയും. അതുപോലെ ക്ഷേത്രങ്ങളിലും അതുപോലെ മംഗളകർമ്മങ്ങൾ അല്ലേ, നമ്മൾ കല്യാണമൊക്കെ കാണാൻ പോകുമ്പോൾ
ഏറ്റവും ഫ്രണ്ട് നമ്മൾ പോയി ഇരിക്കുകയല്ലേ, ഇതിൻ്റെ ഒച്ച ഭയങ്കരമായതുകൊണ്ട് നമ്മളെവിടെ നമ്മൾ പുറകിലിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, നമുക്ക് പെട്ടെന്ന് പന്ത് പിടിക്കാനും പറ്റും. അപ്പം ഈ ഊതുന്ന ഭാഗത്തെ പറഞ്ഞ പേര് ഒരിക, ഒരികൈ എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇത് ക്ഷേത്ര വാദ്യങ്ങളായിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം വിവാഹം പോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോഴും എന്തുപയോഗിക്കാറുണ്ട്? ഈ പറഞ്ഞ നാദസ്വരം ഉപയോഗിക്കാറുണ്ട്. നാദസ്വരത്തെ പറ്റി നമ്മൾ എത്ര അറിഞ്ഞാൽ മതി. നമുക്ക് തകിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം തകിലിനെ പറ്റി പറയുമ്പോൾ ഇതിന് വേറൊരു പേര് തവിൽ എന്നും പറയാറുണ്ട്. ഇപ്പോൾ തവിലിനെ പറ്റി എന്തെങ്കിലും ചോദ്യം വന്നാൽ നിങ്ങൾ സംശയിക്കേണ്ട, തകിലിനെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വാദ്യോപകരണം എന്ന രീതിയിൽ ഒരു പ്രത്യേകതയും അതിനുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലെ നെയ്യണ്ടി മേളം എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ എടുക്കുമ്പം എന്താണ്, അതിൽ തവിലാണ് അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. തവില്, നാദസ്വരം ഒക്കെയാണ് ഈ നെയ്യാണ്ടി മേളത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പല മംഗളകർമ്മങ്ങളും നടക്കുമ്പം ഇപ്പം നാദസ്വരത്തിനോടൊപ്പം തന്നെ ചേർന്ന് അതിന് ശബ്ദം കൊടുക്കുന്നത് എന്താണ്? ഈ തവില് അല്ലെങ്കിൽ തകില് ഒക്കെയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലും പള്ളി ഉണർത്തൽ അതുപോലുള്ള ചടങ്ങുകളിലൊക്കെ ചില ഭാഗങ്ങൾ ഇപ്പോൾ തമിഴ് ആ ഒരു ആധിപത്യമുള്ള കേരളത്തിലെ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ അത് കണ്ടുവരുന്ന ഒരു ഉപകരണം കൂടെയാണ്. അപ്പം തകിലിനെ പറ്റി നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നേരെ PYQs നോക്കാം. അപ്പം ആദ്യത്തെ ചോദ്യമാണ്, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യോപകരണം ഏത്? തിമില, മദ്ദളം, ഇടയ്ക്ക, ചെണ്ട. അല്ലെ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഉത്തരം അറിയാം ഏതൊക്കെയാണ് 5 വാദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്ത് നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം? ചെണ്ട കളയാം അല്ലേ. ചെണ്ട അതിൽ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ? ചെണ്ടയാണ്, എല്ലാം ചെണ്ടയാണല്ലേ, കാണുന്നതെല്ലാം ചെണ്ടയാണ്. ഇപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. തിമില എന്താണ്, മദ്ദളം എന്താണ്, അല്ലെ തകിൽ എന്താണ്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ വ്യത്യാസം അറിയുന്നത് ഇപ്പോഴാണ്. ശരി, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം ചെണ്ടയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹൈന്ദവാചാര പ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ചെണ്ടയാണോ കൊട്ടുന്നത്? ചെണ്ട അസുരവാദിയാണ്. മദ്ദളം അങ്ങനെ കൊട്ടാറില്ല, മൃദംഗവും അങ്ങനെ കൊട്ടാറില്ല. എന്താണ്? ശംഖ് അല്ലേ. നമ്മൾ പറഞ്ഞു, ഇപ്പം നട തുറക്കുമ്പം, ക്ഷേത്രത്തിൽ നട തുറക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുമ്പം അവിടെയും എന്തുപയോഗിക്കാറുണ്ട്? ശംഖ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പം ഏതാ? ശംഖാണ് മംഗളവാദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഉത്തരം വരുന്നത് ശംഖാണ്. C ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്, ശംഖാണ്. ഇനി അടുത്ത ചോദ്യമാണ്, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പിന്നെയും വന്നു, പിന്നെ ആ ക്വസ്റ്റ്യൻ വന്നു. എന്താണ്? ചെണ്ട. ഇപ്പോൾ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കി. ചെണ്ടയുണ്ട്, കൊമ്പുണ്ട്, തിമിലയുണ്ട്, ഇലത്താളമുണ്ട്. അപ്പം ഏതാണ് അതിന് ഉത്തരം വരുന്നത്? നമ്മൾ നേരത്തെ കണ്ട ചെണ്ട പിന്നെയും ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, ചെണ്ട തന്നെയാണ് ഉത്തരം. ബാക്കി 3ഉം ഏതിൽ ഉപയോഗിക്കുന്നതാണ്? പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് ചെണ്ടയാണ്. അപ്പോൾ ഇലത്താളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എത്ര തിമില കൊട്ടുന്ന ആൾക്കാരുണ്ടോ, എത്ര തിമിലക്കാരുണ്ടോ അത്രയും ഇലത്താളം കൊട്ടുന്ന ആളുകളും ഒരു പഞ്ചവാദ്യത്തിൽ ഉണ്ടായിരിക്കണം. തിമില കൊട്ടുന്ന ആളുടെ തൊട്ടുപുറകിലാണ് ഇലത്താളം കൊട്ടുന്ന ആളുടെ സ്ഥാനമായിട്ടും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിലൊന്ന് വെച്ചോളൂ. അപ്പോൾ ചെണ്ടയാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏത്? സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദി ഏത്? ചെണ്ട നമുക്ക് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലേ. കാരണം എന്താ? അസുരവാദിയാണ്, ദേവവാദിയാണ് ചോദിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ സോപാന സംഗീതം പാടുമ്പം എന്താണ് പാടുന്നത്? ഇടയ്ക്ക അല്ലേ. ആ ഇടയ്ക്കാണ് കൊട്ടുന്നത് അല്ലേ. ഇത് ഒരു വാദ്യം മാത്രമല്ല, എന്താണ്? ശ്രുതി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ കൂടെ പാടാൻ പറ്റുന്ന, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം, ക്ഷേത്ര വാദ്യോപകരണം എന്നൊക്കെയുള്ള പ്രത്യേകതയും എന്തിനുണ്ട്? ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇടയ്ക്കാണ് അവിടെ ആൻസർ വരുന്നത്. എൻ്റെ ഉത്തരം ഇടയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു സൈഡിൽ ചെണ്ട എന്നും ഒരു വാദമുണ്ട്, മറ്റൊരു സൈഡിൽ ഇടയ്ക്കെന്നും വാദമുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരത്തിൽ ദേവസ്വം ബോർഡ് PSC പോലുള്ള ചോദ്യങ്ങൾ ഉത്തരം വരുന്നപ്പോഴും ഇടയ്ക്ക തന്നെയാണ്. കാരണം ചെണ്ടയെ പറ്റി പറഞ്ഞത് 18 വാദ്യങ്ങളിലെ ഏറ്റവും ഗാംഭീര്യമുള്ള മികച്ച വാദ്യം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അതിന് ഒരു രാജസ്ഥാനം കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ ദേവവാദ്യം എന്നും അതുപോലെ തന്നെ വളരെ പവിത്രമായിട്ടുള്ള വാദ്യം എന്ന രീതിയിൽ കൊണ്ടായിരിക്കണം ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത്. അപ്പം എൻ്റെ ഉത്തരം നമ്മുടെ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? ഇടയ്ക്ക തന്നെ ആയിരിക്കണം കേട്ടോ. ഇടയ്ക്കാണ് നമ്മുടെ ഉത്തരം. ഇത് ദേവസ്വം ബോർഡ് ചോദിച്ച ചോദ്യമാണ്, PYQ ആയിട്ട് ചോദിച്ചതാണ്. അതിനകത്ത് ഇടയ്ക്കാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിൻ്റെ വകയാണ്? ഏത് ക്ഷേത്രത്തിൻ്റെ വകയാണ് ഇലഞ്ഞിത്തറ മേളം? വടക്കുംനാഥ ക്ഷേത്രം, പാറമേക്കാവ്, വള്ളിയൂർക്കാവ്, വടക്കുറുമ്പക്കാവ്. ഇപ്പം ഇതിനകത്ത് ഈ രണ്ടും അല്ലെന്ന് നമുക്കറിയാം. പിന്നെ വരുന്നത് വടക്കുംനാഥ ക്ഷേത്രം, പാറമേക്കാവുക.
അത് കൊട്ടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണെങ്കിലും ആരുടെ സംഭാവനയാണ്? പാറമേക്കാവിൻ്റെ സംഭാവനയാണ് ഈ പറയുന്ന എലഞ്ഞിത്തറ മേളം കേട്ടോ. അപ്പം എലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിൻ്റെ വകയാണെന്ന് ചോദിച്ചാൽ ഏത് ക്ഷേത്രത്തിൻ്റെ വകയാണെന്ന് ആണ്? പാറമേക്കാവിൻ്റെ വകയാണ്. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ വകയാണ്. കൊട്ടുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എലിഞ്ഞിത്തറ മേളം പാണ്ടിമേളമാണോ പഞ്ചാരി മേളമാണോ? എലിഞ്ഞിത്തറ മേളം പാണ്ടിമേളമാണോ പഞ്ചാരി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, തെറ്റിക്കരുത്. ഉത്തരം എന്ന് പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോന്ന് ഉത്തരം എന്ന് പറഞ്ഞു നോക്കിയേ. പാണ്ടിമേളമാണ് കേട്ടോ, പാണ്ടിമേളമാണ്. പൊതുവെ പാണ്ടിമേളത്തിന് എന്തില്ല, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കയറാനുള്ള അനുവാദമില്ല. പക്ഷേ ഇതിനൊരു വിപരീതമാണ് എന്തെന്ന് പറഞ്ഞത്, നമ്മൾ ഈ എലിഞ്ഞിത്തറ മേളത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം എലിഞ്ഞിത്തറ മേളം പാണ്ടിമേളമാണ്. അത് ഒരു എക്സെപ്ഷനേ ഉള്ളൂ, വടക്കുംനാഥ ക്ഷേത്രത്തിൽ മാത്രമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കെട്ടാൻ അനുവാദം ഉള്ളത് കേട്ടോ. പക്ഷെ ഒരേ ഒരു എക്സെപ്ഷനേ ഉള്ളൂ. എവിടെയാണ് അത്? ഈ പറയുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. അവിടെ മാത്രമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൊട്ടാൻ അനുവാദം ഉള്ളത്. അപ്പം ഈ പറയുന്ന എലഞ്ഞിത്തറ മേളം എന്നത് പാണ്ടിമേളമാണെന്നൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മ വെച്ചേക്കുക. അത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ വകയാണ്. പിന്നെയും വന്ന അടുത്തൊരു ചോദ്യമാണ്, ഈ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇപ്പം ചെണ്ട, കൊമ്പ്, തിമില, ഇലത്താളം. അപ്പം എന്താണ്, നമ്മൾ പലതവണ കണ്ടതാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ്? ചെണ്ടയാണ് അതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ പിന്നെയും ചോദിച്ചിട്ടുണ്ട്, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത സംഗീത ഉപകരണം. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. പിന്നെ വേണമെങ്കിൽ ഒരു ചേഞ്ചിന് മറ്റേതെങ്കിലും മേളം ചോദിക്കാം. അപ്പോൾ പഞ്ചാരി മേളവും പാണ്ടിമേളവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, അതൊന്ന് നോക്കിക്കോളൂ. അതിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ പക്ക മേളവും പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വാദ്യങ്ങളൊന്നും നോക്കി വെച്ചോളൂ. വാദ്യങ്ങൾ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത സംഗീതോപകരണം ഏതാണ്? തിമിലയുണ്ട്, അതുപോലെ മദ്ദളമുണ്ട്, ഇടയ്ക്കുണ്ട്. അപ്പോൾ ഏതാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത്? വീണയാണ് കേട്ടോ. വീണയാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത്. വീണ എന്ന വാദ്യമാണ്. അതൊരു ക്ഷേത്രവാദ്യമേ അല്ല. ഓക്കെ. ഇനി ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് ഏത്? ഡമരു, തിമില, മൃദംഗം, മിഴാവ്. അല്ലെ, ഡമരു ആണ്. കടുന്തുടി എന്ന് ചോദിച്ചാൽ അത് ആണ് കേട്ടോ. ചിലപ്പോൾ ഡമരുവിന് പകരം കടുന്തുടി എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ അതുമാണ് എൻ്റെ ഉത്തരം വരുന്നത്. ശിവന്റെ വാദ്യമായി കണക്കാക്കുന്നത് കടുന്തുടിയാണ്. നമ്മൾ മറ്റേ ഉടുക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഉടുക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഏതിൻ്റെയാണ്? നടരാജ എന്നൊരു രീതിയിൽ ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്നത് ഏതാണ്? അത് ഉടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഉടുക്ക് കടുന്തുടിയൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇനി അടുത്തത്, നിലത്ത് സാധാരണ വെക്കാത്ത ക്ഷേത്രവാദ്യം ഏത്? നമ്മൾ ഇടയ്ക്ക പറഞ്ഞപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു കഥയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, എങ്ങനെയാണ് ഇടയ്ക്ക എന്ന പേര് വന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാദം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ 2 സ്റ്റോറി പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും എന്തവിടെ സംഭവിക്കുന്നത്? നിലത്ത് വെക്കുന്നില്ല. അപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തരം? ഇടയ്ക്കാണ്. ഇടയ്ക്കാണ് നിലത്ത് സാധാരണ വെക്കാത്ത ക്ഷേത്രവാദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടയ്ക്കാണ്. അതിൻ്റെ ശ്രുതി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിലത്ത് വെക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു പൊടിപ്പുണ്ടല്ലോ, 64 പൊടിപ്പ്. ആ 64 പൊടിപ്പ് 64 നാടി അങ്ങനെ ഒരു രീതിയിലാണ് അത് കണക്കാക്കുന്നത്. അത് നിലത്ത് വെച്ചാൽ ഭൂമിക്ക് അത് താങ്ങാനുള്ള ഒരു ശക്തിയില്ല എന്നുള്ള രീതിയിലാണ് ഒരു സങ്കല്പം, ഒരു ഐതിഹ്യം. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇത് നിലത്ത് വെക്കാത്തതും. അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ്, ഇടയ്ക്കാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. മരപ്പാണിയുടെ മറ്റൊരു നാമധേയം ഏതാണ്? മരപ്പാണിയുടെ മറ്റൊരു നാമധേയം ഏതാണ്? അപ്പം നമ്മൾ പറഞ്ഞില്ലേ, പാണി 2 തരമുണ്ട്, വലിയ പാണിയും ചെറിയ പാണിയും. ചെറിയ പാണിക്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? തിമിലപ്പാണിയാണ് ചെറിയ പാണി എന്ന് നമ്മൾ പറഞ്ഞു. ചെറിയ പാണി തിമിലപ്പാണിയാണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഏതാണ്? പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളത് വലിയ പാണിയാണ്. അത് വലിയ പാണിയാണ് മരപ്പാണി. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ പാണി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് തിമിലപ്പാണിയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് മരപ്പാണിയിൽ അല്ലെങ്കിൽ ഈ ചെറിയ പാണി ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ തന്നത് ഏതാണെന്ന് ചോദിച്ചാൽ തിമിലപ്പാണിയാണ്. ഇനി വലിയ പാണി അല്ലേ, വലിയ പാണി ഏതാണെന്ന് ചോദിച്ചാൽ അത് മരപ്പാണിയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമാണ് മരപ്പാണിയുടെ മറ്റൊരു നാമധേയം അതേതാ? അത് വലിയ പാണിയാണ് ആണ് കേട്ടോ. ഡി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. വലിയ പാണി ഡി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പം എത്രയാണ് നമുക്ക് ക്ഷേത്രവാദ്യോപകരണങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാ വാദ്യോപകരണങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ റിവിഷൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ PYQs ഉണ്ട്. PYQസും നിങ്ങൾക്കത് ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതും എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, പഠിക്കുക കേട്ടോ. അപ്പം ഇവിടെ പരീക്ഷയുടെ ഡേറ്റ് ഏതാണ് എന്ന് കൃത്യമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പഠിക്കാം, ഡേറ്റ് വരട്ടെ, ഡേറ്റ് വന്നെങ്കിൽ ഒരു ചൂടാവൂ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. ഇപ്പോഴേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എങ്കിലേ പരീക്ഷ തീരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്തും പഠിച്ചൊക്കെ തീരുള്ളൂ. കാരണം ഇത് നമുക്ക് പുതിയൊരു വിഷയമാണ്.
അല്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ കേരള PSC നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ആർട്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പം ഈ പല കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പഠിക്കുന്നില്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പഠിക്കുന്നില്ല. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.